നബിയും ഈസാ നബിയും ആകാശത്താണ്. ഇല്യാസ് നബിയും ഖിളിർ നബിയും ഭൂമിയിലാണ്. എല്ലാ ഹജ്ജിന്റെ സമയത്തും വരും, ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്യും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ട അടിച്ചു കൊടുക്കും. ഈ അറിവ് പോലും ആർക്കില്ല, ആ വ്യക്തിക്ക് ഇല്ല എന്ന് നമുക്ക് പറയാം. അറബി ആയാൽ മതി, അതാണ് പ്രമാണം എന്നൊരു നിലയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സമൂഹത്തെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രവാചകന്മാരുടെ വിഷയത്തിലുള്ളൊരു പ്രാഥമിക പാഠം പോലും ഈ സംസാരിക്കുന്ന വ്യക്തിക്ക് ഇല്ല എന്ന് പറയാം. ഇല്യാസ് നബി എങ്ങനെ 4 പ്രവാചകന്മാരാണ് ഇപ്പൊ ലോകത്ത് ജീവിച്ചിരിക്കുന്നവരിൽ 4 പ്രവാചകന്മാരാണ്. 1 ഇല്യാസ് നബി, 2 ഖിളിർ നബി, ഇദ്രീസ് നബി, ഈസാ നബി. 2 പേര് ഭൂമിയിലും 2 പേര് ആകാശത്തുമാണ്. ഇദ്രീസ് നബിയും ഈസാ നബിയും ആകാശത്താണ്. ഇല്യാസ് നബിയും ഖിളിർ നബിയും ഭൂമിയിലാണ്. എല്ലാ ഹജ്ജിന്റെ സമയത്തും വരും, ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്യും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ട അടിച്ചു കൊടുക്കും. പരിശുദ്ധ ഹറമിൽ ഉംറക്ക് വന്ന നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകളാണിതൊക്കെ. പല കള്ളക്കറാമത്ത് കഥകളും സാധാരണ രീതിയിൽ ഈ പുരോഹിതന്മാർ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്, പറഞ്ഞു പറ്റിക്കാറുണ്ട്. എന്താണ് സത്യത്തിൽ ഈ കഥയുടെ സത്യസന്ധമായ പ്രമാണത്തിൽ എന്താണുള്ളത്? ഇവിടെ കേട്ടതായ ഈ കാര്യം, അതിനെ സംബന്ധിച്ച് ആദ്യത്തിലേ പറയാനുള്ളത്, നിർമ്മിതമായ ഒട്ടും സ്വീകാര്യയോഗ്യമല്ലാത്ത ഒരു സംഭവം, ഒരു കഥ, അത് വലിയ കാര്യമാക്കി പാമര ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് അവരെ ഒരു ആശ്ചര്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അത്ഭുതത്തിൻ്റെ നിറവിലേക്ക് എത്തിക്കുക എന്നതാണ് ആ വ്യക്തി ചെയ്തിട്ടുള്ളത്. പൊതുവെ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാരുടെ ഒരു സ്വഭാവം കള്ളക്കഥകളെ കുമ്മായമടിച്ച് ഒളിപ്പിക്കുന്ന സ്വഭാവമാണ്. സംഗതി ഒരു നിലക്കും സമൂഹത്തോട് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ സമൂഹത്തെ കേൾപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും. അത്രത്തോളം ചെളി പിടിച്ച അല്ലെങ്കിൽ മാലിന്യങ്ങൾ കലർന്ന ഒന്നായിരിക്കും. അപ്പോൾ അതിന് ഒന്ന് കുമ്മായമടിച്ച് ഒളിപ്പിച്ച് ഒരു എന്തോ ഒരു സംഗതിയാണ് എന്ന രൂപത്തിൽ അവതരിപ്പിച്ച് കാര്യം സാധിക്കുന്ന ശീലം അതവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. യഥാർത്ഥത്തിൽ പ്രവാചകന്മാരുടെ വിഷയത്തിലുള്ളൊരു പ്രാഥമിക പാഠം പോലും ഈ സംസാരിക്കുന്ന വ്യക്തിക്ക് ഇല്ല എന്ന് പറയാം. കാരണം 4 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ടാണ് ഈ കാര്യം ഇയാൾ വലിയ വിഷയമായി സമർത്ഥിക്കുന്നത്. ഇല്യാസ് നബി അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം, ഈസ നബി അലൈഹിസ്സലാം, അതുപോലെ ഖിളിർ നബി അലൈഹിസ്സലാം, ഇങ്ങനെയുള്ള 4 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്, വമാ ജഅൽനാ ലി ബശരിൻ മിൻ ഖബലിക, പ്രവാചകരെ നിങ്ങൾക്ക് മുമ്പ് ഒരാൾക്കും ഖുൽദ് ശാശ്വതത്വം കണക്കാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും ശാശ്വതരായി നിങ്ങൾക്ക് മുമ്പ് ഇല്ല. നിങ്ങൾക്ക് മുമ്പുള്ളവരൊക്കെ എന്തായി, അവരെ സമയമെത്തി അള്ളാഹുലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ വിഷയത്തിൽ എന്താണ് എന്നത് ഖുർആൻ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. അള്ളാഹുലേക്ക് ഉയർത്തി എന്ന് ഖുർആൻ പഠിപ്പിച്ചു. അത് എന്താണ്, എവിടെയാണ് നമുക്കറിയില്ല. അതാണ് ഖുർആൻ ആ വിഷയത്തിൽ തന്നത്. ഈ ആയത്ത് പ്രകാരം എല്ലാ പ്രവാചകന്മാർക്കും അവരുടെ സമയമെത്തി അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി അവർ പോയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്, വഖദി ഇസ്തദല്ല ബിഹാദിൽ ആയ അൽ കരീമ മൻ ദഹബ മിനൽ ഉലമായി ഇലാ അന്നൽ ഖളിറ അലൈഹിസ്സലാം മാത്ത. ഈ ആയത്ത് വെച്ചിട്ട് പണ്ഡിതന്മാർ തെളിവ് എടുത്തൊരു സംഗതിയാണ്, ഖളിർ അലൈഹിസ്സലാം മരണപ്പെട്ടിട്ടുണ്ട്. വലൈസ ബിഹയ്യിൻ ഇലൽ ആൻ, ഈ സമയം വരെ ഇപ്പം അദ്ദേഹം ഹയാത്തിലൊന്നുമില്ല. അപ്പോൾ ഇത് 2 നിലക്കുണ്ട്. ഒന്ന്, ഈ ഷിയാ സൂഫി ആളുകളുടെ വിശ്വാസപ്രകാരം ഖളിർ അലൈഹിസ്സലാം ഇന്നുണ്ട്. അവരുടെ ആത്മീയ തട്ടിപ്പ് സരസ്സുകളിലൊക്കെ അദ്ദേഹം ഹാജരാകുന്നു. അതേപോലെ ഈ വ്യാജ ത്വരീഖത്തുകളാണല്ലോ അവരുടെ, ഖാദിരിയ, നക്ഷബന്ദിയ, സഹ്റബന്ദിയ ത്വരീഖത്തുകളാണല്ലോ. അപ്പോൾ ഈ ത്വരീഖത്തുകളെല്ലാം തന്നെ അവർക്ക് സമൂഹത്തിൽ സ്ഥാപിക്കണമെങ്കിൽ അതിനിവർ കൂട്ടുപിടിക്കുന്ന ഒരു സംഗതിയാണ് മൂസാ നബി അലൈഹിസ്സലാമിന്, ഖളിർ നബി അലൈഹിസ്സലാമിന്.
പിന്നെ ഖദർ നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ പോയിട്ട് മൂസാ നബി അലൈഹിസ്സലാം കുറേ അറിവ് നേടിയപ്പോൾ ഒരു ഷെയ്ഖ് വേണം, ആ ഷെയ്ഖിൻ്റെ മുരീദായി നമ്മൾ മാറണം, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പിന്നെ സ്ഥാപിക്കാനും അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കാനും ആ പ്രവാചകനെ അവർ കൂട്ടുപിടിക്കാറുണ്ട്. എന്നിട്ട് പിന്നെ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്, ഈ ലി അന്നഹു ബഷർ, കാരണം അദ്ദേഹം മനുഷ്യനാണ്, സവാഉൻ കാന വലിയൻ ഔ നബിയൻ ഔ റസൂലൻ, നബിയാകട്ടെ വലിയാകട്ടെ റസൂലാകട്ടെ ആരാണെങ്കിലും തുല്യമാണ്. അള്ളാഹു തആല നിശ്ചയിച്ച അവധി എത്തി അവരൊക്കെ മടങ്ങിയിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുള്ള പ്രവാചകന്മാരുടെ കാര്യത്തെ പറ്റിയാണ് ഖുർആൻ ഈ കാര്യം അറിയിച്ചത്. ഈ അറിവ് പോലും ആർക്കില്ല, ആ വ്യക്തിക്കില്ല എന്ന് നമുക്ക് പറയാം. കാരണം അത്രത്തോളം അജ്ഞത അയാളിൽ ഉണ്ട്. ഇനി ആ സൂചിപ്പിക്കപ്പെട്ട സംഭവം അത് പല ഗ്രന്ഥങ്ങളിലും പിന്നെ വന്നിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഈ കിതാബുകളിൽ കാണുന്ന കാര്യങ്ങളൊക്കെ പിന്നെ പൂർണ്ണമായും ശരിയാണ്. അത് ഇനി വേറെ പരിശോധനകളോ അല്ലെങ്കിൽ വേറെ ചർച്ചകളൊന്നും ആവശ്യമില്ല, അത് എടുത്ത് ഉദ്ധരിക്കാം, ആർക്കു മുമ്പിലും പറയാം. ആ ഒരു സമീപനമല്ല അതിനെ അവലംബിക്കുന്ന ആളുകൾക്ക് വേണ്ടത്. ഇപ്പോൾ ഹദീസ് ഗ്രന്ഥങ്ങളാകട്ടെ ചരിത്ര ഗ്രന്ഥങ്ങളാകട്ടെ അതിനൊക്കെ വ്യാഖ്യാനങ്ങളും അതേപോലെ തന്നെ അനുബന്ധങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പിന്നീട് വന്ന അല്ലെങ്കിൽ വരുന്ന ആളുകളുടെ ബാധ്യതയാണ് ആ ഗ്രന്ഥത്തിലുള്ള അതിൽ ഉദ്ധരിക്കപ്പെട്ട കാര്യങ്ങൾ, അതിൽ ചേർക്കപ്പെട്ട കാര്യങ്ങൾ എന്താണ്, എങ്ങനെയുള്ളതാണ് എന്നൊക്കെ പരിശോധിക്കൽ. ഇപ്പോൾ ഈ സംഭവം തന്നെ അത് ഇമാം ഹാക്കിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത് വന്ന ഒരു സംഗതിയാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചിട്ടുണ്ട്. ഈ സംഗതി സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനെ ഓടിയപ്പോൾ ഇത് ഇമാം ഹാക്കിം റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച സ്വഹീഹായ സംഭവം എന്നൊക്കെ പറഞ്ഞ്, ശരിക്ക് ഇമാം ഹാക്കിം റഹിമഹുല്ലയുടെ അൽ മുസ്തദറക്ക് എന്ന കിതാബിനെ പറ്റി ധാരണയില്ലാത്തത് കൊണ്ടാണ് അത്തരം സംസാരങ്ങൾ. കാരണം ഇമാം ഹാക്കിം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അൽ മുസ്തദറക്കിന് 5 രീതികളാണ് സ്വീകരിച്ചത്. അതിൽ 5ാമത്തെ രീതി എന്താ വെച്ചാൽ അതിൽ നിർമ്മിതമായ കുറേ കാര്യങ്ങൾ അതിലുണ്ട്. നിർമ്മിതമായ മൗലൂഅ എന്ന് പച്ചയായി പറയാവുന്ന 100ഓളം സംഭവങ്ങൾ അതിലുണ്ട് എന്നാണ്. ഇമാം ദഹബി റഹിമഹുല്ല എന്തായിട്ടുണ്ട്, അത് പിന്നെ പ്രത്യേകം അതിലെ മൗലൂഅത്തുകൾ പ്രത്യേകം തന്നെ ഒരു പ്രത്യേകമായ ഗ്രന്ഥത്തിൽ തന്നെ മാറ്റിയെടുത്തതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇമാം ഹാക്കിം റഹിമഹുല്ല ഉദ്ധരിച്ചിട്ടുണ്ട്, അതേപോലെ സ്വഹീയാണ് വൈഫ ആണെന്ന് പറയേണ്ടതില്ല, അല്ലെങ്കിൽ ഇജ്മാ ഖിയാസൊക്കെ തെളിവാണ്, ഇങ്ങനൊന്നും ന്യായീകരിച്ചിട്ട് കാര്യമില്ല. ഇത് പണ്ഡിത ലോകം മൗലൂഅ നിർമ്മിക്കപ്പെട്ട വാക്കുകളിൽ പെട്ടതാണ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ഇബ്നു കസീർ റഹിമഹുല്ലയുടെ അൽ ബിദായ വന്നിഹായ എന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ ഈ സംഭവം വന്ന് അതിന് ശേഷം അദ്ദേഹം പറയും ഇത് മുൻകറായ, തള്ളപ്പെടേണ്ട അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്, സ്ഥിരപ്പെട്ടു വന്ന കാര്യമല്ല എന്ന് ആ ചരിത്ര ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അൽ ഇസ്വാബ എന്ന ഗ്രന്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവന്നിട്ട് അവരാരും ഇത് സ്ഥിരപ്പെടുത്തിയിട്ട് ഹജ്ജിൻ്റെ വേളയിൽ ഇങ്ങനെ വരുന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയല്ല, അതിൻ്റെ വസ്തുത ഇതാണ് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സമസ്ത മുസ്ലിയാക്കന്മാർക്ക് പരിചയമുള്ള ആളാണ് ഇമാം സുയൂത്തി റഹിമഹുല്ല. ഇമാം സുയൂത്തി റഹിമഹുല്ലയുടെ അൽ ലയാലി അൽ മസ്നൂഅ ഫിൽ അഹാദീസിൽ മൗലൂഅ എന്ന ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ അഥവാ മൗലൂആയ ഹദീസുകൾ മാത്രം വന്നിട്ടുള്ള ആ ഗ്രന്ഥത്തിൽ, അത് മാത്രം മാറ്റിയിട്ടുള്ള ആ ഗ്രന്ഥം, അതിലെന്തുണ്ട്, ഇത് കൃത്യമായി 1-ാം വാള്യത്തിൽ ഈ സംഭവം എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാ അർത്ഥത്തിലും പണ്ഡിത ലോകം ചർച്ച ചെയ്ത് ഇത് വാഹിൻ പൊള്ളയായ ബാത്തിലായ ഒരു സംഭവമാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും പഠിക്കാതെയും പരതാതി അന്വേഷിക്കാതെയും ഈ ദുർബലവും നിർമ്മിതവുമായ കഥകൾ കൊണ്ട് ആളുകളെങ്ങനെ വശീകരിക്കണം, അവരെ സ്വാധീനിക്കണം, അവരെ വശത്താക്കണം എന്ന ചിന്തയിലൂടെ പോയാൽ യഥാർത്ഥത്തിൽ ആളുകളെ പിന്നെ ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു ദിശയിലേക്ക് മാറ്റിക്കൊണ്ടുപോവുകയും ഇത്തരം ആളുകളുടെ അജ്ഞത അതവിടെ ഇങ്ങനെ പിന്നെ ഈ ചപ്പുകൾ കുമിഞ്ഞുകൂടിയതുപോലെ
അതവിടെ ഇങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇവരൊക്കെ കണ്ണ് തുറന്ന് കാതുകൾ കൂർപ്പിച്ച് മനസ്സ് വിശാലമാക്കി അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പച്ചയായി പഠിച്ച് മനസ്സിലാക്കാൻ തയ്യാറാകട്ടെ എന്നാണ് നമുക്ക് വളരെ വിനയത്തോടെ സൂചിപ്പിക്കാനുള്ളത്. അതെ, തീർച്ചയായും. ഇതിലിപ്പോൾ രണ്ടുപേര് അവിടെ ഹജ്ജിൻ്റെ സമയത്ത് രണ്ടുപേര് പരസ്പരം മുട്ടയടിച്ചു. അതിലൊന്നും ഇപ്പോൾ നമുക്ക് മുസ്ലിം ലോകത്ത് ഇപ്പോൾ അതൊരു വലിയ കാര്യമൊന്നുമില്ല. ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ വന്ന് മുട്ടയടിക്കണമാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തെ എന്തെങ്കിലുമൊക്കെ കഥകൾ പറഞ്ഞാൽ അതിൽ അങ്ങനെ ഒരു കഥയിലേക്ക് കൊണ്ടുപോകുക, കൃത്യമായ പ്രമാണം എന്ന് മാറ്റിയിട്ട് ഇങ്ങനെ കുറേ കഥകളിലേക്കാണ്. അപ്പോൾ വസ്തുത മുസ്തലാഹി പറഞ്ഞല്ലോ, ഷാഫിക്ക് നിങ്ങൾ ഈ വസ്തുത ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ സമുദായത്തെ ഉണർത്തേണ്ട ഒരു ചുമതല നമുക്കുണ്ട്, എന്താണ് പറയാനുള്ളത്? മുസ്തലാഹി ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആളുകൾ പലപ്പോഴും അറബി ഗ്രന്ഥത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ഉദ്ധരണികളോ അറബി ആയാൽ മതി, അപ്പോൾ അതാണ് പ്രമാണം എന്നൊരു നിലയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സമൂഹത്തെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പലപ്പോഴും സനദിൻ്റെ ഒരു പ്രാധാന്യം നമ്മുടെ സമൂഹത്തിന് ശരിക്കും മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമുള്ള പറയുന്നുണ്ട്, ഇന്നൽ ഇസ്നാദ് മിനദ്ദീൻ, ദീൻ എന്ന് പറഞ്ഞാൽ സനദുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ലൗലൽ ഇസ്നാദു ലഖാല മൻഷാ മാഷാ, സനദില്ലെങ്കിൽ തോന്നിയതുപോലെ ഓരോരുത്തർക്ക് എന്ത് ചെയ്യുക, അതൊക്കെ പറയാം. അപ്പോൾ ആദം നബിയുടെ തൗബയുമായി ബന്ധപ്പെട്ട് കെട്ടിച്ചമച്ച ഒരു ഹദീസ് ഉണ്ടല്ലോ, ഇപ്പോൾ യാ റബ്ബി അസ്അലുക ബി ഹക്കി മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, തൗബ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ ഖുർആനിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്, സൂറത്ത് അറാഫിലൊക്കെ അള്ളാഹ് പറഞ്ഞത് റബ്ബന ലലംന അൻഫുസന എന്നുള്ളതാണ്. അപ്പോൾ ഖുർആനിൽ പറയുന്നത് ആദം നബി അള്ളാഹിനെ വിളിച്ചിട്ട് എന്ത് ചെയ്തു, ലലംന അൻഫുസന എന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ കെട്ടിച്ചമച്ചപ്പോൾ വളരെ തമാശയായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്കതിൽ കാണാം. ഇപ്പോൾ ഗർഭിണികൾ ബത്തക്ക തിന്നാൽ അവർക്ക് കുട്ടികളുണ്ടാകുമ്പോൾ അത് നല്ല ഭംഗിയുള്ള കുട്ടികളായിരിക്കും. അതേപോലെ തന്നെ വത്തക്ക തിന്നുന്നതിൻ്റെ അദബുകൾ നബി പറഞ്ഞു. അതെ അതെ, ഇപ്പം നബി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയണത് വത്തക്ക ഒറ്റക്കടിയിൽ തിന്നരുത്. അതേപോലെ തന്നെ വത്തക്ക തിന്നുമ്പോൾ അത് നമ്മളെ വയറ്റത്തെ രോഗങ്ങൾ കഴുകിക്കളി, ഇങ്ങനെ ഒരുപാട് ഇപ്പോൾ കോഴിമുട്ടയുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് വായിക്കാറുണ്ട്. അപ്പോൾ സമൂഹം ഒരു സനദിൻ്റെ ഒരു പ്രാധാന്യം, പലപ്പോഴും സനദിനെ ചോദിക്കുമ്പോൾ നേരെ ഒരു പുത്തൻവാദിയാക്കി ചിത്രീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സനദ് ചോദിച്ചാൽ നമ്മൾ കുടുങ്ങിപ്പോകുന്നുള്ളത് അത് അവർക്ക് തന്നെ അറിയാം. അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മുടെ ഒരു നിലപാട് പ്രവാചകന്മാരുടെ വിഷയത്തിൽ നമുക്കുള്ളൊരു വിശ്വാസം വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പരിശുദ്ധ ഖുർആനും ഹദീസും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മളോട് പഠിപ്പിച്ചതാണ് ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റുസുലി എന്ന്. അള്ളാഹുവിൻ്റെ നബിമാരിൽ ഒരാളെയും നമ്മൾ എന്ത് ചെയ്യില്ല, വേർതിരിച്ച് കാണില്ല. മുസ്ലിമീങ്ങളുടെ പ്രവാചകനാണ് മൂസാ നബി, അതേപോലെ ഈസാ നബി, അതുപോലെ ആദൻ നബി, നൂഹ് നബി തുടങ്ങിയിട്ട് ലോകത്ത് അയക്കപ്പെട്ട എല്ലാ പ്രവാചകന്മാരും അവരുടെ വിഷയത്തിൽ നമുക്കൊരു പാർഷ്വാലിറ്റി ഇല്ല എന്നുള്ളത് തന്നെയാണ്. നമ്മളിലേക്ക് തൗഹീദുമായി അയക്കപ്പെട്ടവരാണ് ഇവിടെയൊക്കെ. അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊന്നായി അള്ളാഹു പറഞ്ഞതാണ് വൈമിൻ ഹുമ്മത്തിൻ ഇല്ലാ ഖലഫി അനദീർ അല്ലേ, സൂറത്ത് ഫാത്തിറിലെ 24-ാമത്തെ ആയത്താണ്. ലോകത്തെ എല്ലാ ഉമ്മത്തിലും പ്രവാചകന്മാർ കടന്നുപോയിട്ടുണ്ട് എന്നുള്ളതാണ് ആ ആയത്ത് അറിയിക്കുന്നത്. അതേപോലെ ഖുർആൻ പറഞ്ഞു മിൻഹും മൻ ഖസസ്ന വ മിൻഹും ലൻ നഖ്സുസ്, ചിലരെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് വിശദമായി. ഇപ്പോൾ ഖുർആൻ എടുത്താൽ തന്നെ ചില പ്രവാചകന്മാരുടെ പേരുകളാണ് അങ്ങനെ പറഞ്ഞു പോയിട്ടുള്ളൂ, ചിലരെ വിശദമായി. ഇപ്പോൾ മൂസാ നബിയെ വിശദമായി ഖുർആൻ പറയുന്നുണ്ട്, അപ്പോൾ ഇബ്രാഹിം നബിയുടെ ചരിത്രം വിശദമായി പറയുന്നുണ്ട്. പക്ഷേ ചിലരുടെ പേരുകൾ ഇപ്പോൾ ഇല്യാസ് നബിയെ കുറിച്ച് വളരെ കുറച്ചേ പരാമർശിക്കപ്പെട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പം അള്ളന്നെ പറയുന്നു, അതിൽ ഖുർആനിൽ പറയുന്ന ഒരു വിശ്വാസിയുടെ അടിസ്ഥാന പ്രമാണമായ ഖുർആനിൽ പറഞ്ഞത് ഈ ഒരു സംഭവമാണ്. ഇത് നമ്മൾ വിശ്വസിക്കുക, അവർ പേര് പറയപ്പെട്ട ആളുകളെ അവരുടെ പേര് കൊണ്ട് തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വിഷയം നമ്മുടെ സമൂഹത്തെ ഇങ്ങനെയുള്ള കുറേ ദുർബല കഥകളൊക്കെ വെച്ച് ആളുകൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഉംറക്ക് വരുന്ന അമീർമാരൊക്കെയാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. ശരിക്ക് അവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ വേറെ തന്നെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അപ്പോഴാണ് ഈ ഇല്യാസ് നബിയും അതുപോലെ തന്നെ ഖിളർ നബിയൊക്കെ വന്ന് മുട്ടടിക്കുന്നൊക്കെ സമൂഹത്തെ എന്ത് ചെയ്യുന്നത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളെ സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായി ഇരുന്ന ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം അതിന് മറുപടി കൊടുക്കുന്നത് ഖിളർ അലൈഹി സ്വലാത്തു വസ്സലാം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മരിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രമാണങ്ങൾ അറിയിക്കുന്നത്. ഇപ്പോൾ നമ്മളെ മൂസ സലൈഹി ഉസ്താദ് ആ കാര്യങ്ങളിലൂടെ ആയത്തുകൾ വെച്ച് പറഞ്ഞു, അതേ ആയത്തുകൾ വെച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അത് സമർത്ഥിക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു വിശ്വാസം, ഇങ്ങനെയുള്ള പ്രമാണങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ടവരാണ് ആര്? ഈ ദീന് പഠിച്ച ആളുകൾ. അവർ തന്നെ ഈ ഒരു പുരോഹിത വേഷം സ്വീകരിച്ച് ഇങ്ങനെയുള്ള അറബിയിൽ എവിടെയെങ്കിലുമൊക്കെ ഉള്ള അതിനൊക്കെ ഒരു ഇത് കൊടുത്ത് ആളുകളെ വശത്താക്കുന്നൊരവസ്ഥ, അത് ചൂഷണം ചെയ്യലാണ്. അപ്പോൾ അതിലൊരു ജാഗ്രത ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ട് ഉണ്ടാവണം. ഇല്ലെങ്കിൽ അവർ ദീനും തട്ടിക്കൊണ്ടുപോകും എന്നുള്ളൊരു ഇതുണ്ടാവണം എന്നുള്ളതാണ്. മുസ്ലിലേക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ഇല്ല, അത് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് പിന്നെ മൗലു ആണ്, നിർമ്മിതമായൊരു സംഗതിയാണ് അതെ എന്ന് പണ്ഡിത ലോകം അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ വ്യക്തമാക്കിയ കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പ്രമാണത്തിൽ നിന്ന് ദീന് പഠിക്കാൻ മനസ്സിലാക്കിയിട്ടാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. കള്ളക്കഥകളോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അങ്ങനെ ഒരു കഥകളുണ്ടോ നമുക്കതിലൊന്നും ഉപകാരപ്പെടുന്നില്ലല്ലോ.